കണ്ണൂർ നഗരത്തിൽ കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്നതിനായി 2 മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സിസ്റ്റം നിർമ്മിക്കുന്ന പ്രവൃത്തി അന്തിമഘട്ടത്തിലെന്ന് മേയർ മുസ്ലിഹ് മഠത്തിൽ. എന്നാൽ ഇത് സംബന്ധിച്ച് റിപ്പോർട്ടർ ചാനൽ സത്യവിരുദ്ധമായി വാർത്ത നൽകിയെന്നും അത് കണ്ണൂർ കോർപ്പറേഷന് മാനഹാനി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും മേയർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനം ചെയ്തിട്ടില്ലാത്ത കാർ പാർക്കിങ്ങിനെതിരെ വാർത്ത നൽകിയ റിപ്പോർട്ടർ ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മേയർ മുസ്ലിഹ് മഠത്തിൽ പറഞ്ഞു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും NOC കിട്ടാൻ വൈകിയത് കാരണമാണ് ഇലക്ട്രിക്കൽ വർക്കുകൾ പൂർത്തീകരിക്കാൻ വൈകിയത്. ഇപ്പോൾ ഇന്റർലോക്ക്, റെസ്റ്റ് റൂം, കോമ്പൗണ്ട് വാൾ എന്നിവയുടെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. സത്യം ഇതായിരിക്കെ കാർ പാർക്കിംഗ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം നേരത്തെ നടന്നു കഴിഞ്ഞുവെന്നും എന്നാൽ കോടികൾ ചെലവഴിച്ചു പണിത കാർ പാർക്കിംഗ് സംവിധാനം തുരുമ്പെടുത്ത് ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുകയാണെന്നും തെറ്റായ വാർത്തയാണ് റിപ്പോർട്ടർ ചാനൽ പറഞ്ഞതെന്നും മാധ്യമങ്ങൾക്ക് ഇത്തരം പ്രവൃത്തികൾ ഭൂഷണമല്ലെന്നും മേയർ പറഞ്ഞു. ഒരു വികസന പ്രവർത്തനങ്ങൾ അത് വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ DPR തയ്യാറാക്കുന്നത് വ്യത്യസ്ത ഏജൻസികളാണ്. അത് ഗവൺമെൻറ് തന്നെ നിശ്ചയിച്ച ഏജൻസികളായിരിക്കും. അതൊക്കെ അനുസരിച്ചാണ് ഫണ്ട് വെച്ചും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇത്തരം വികസന പ്രവർത്തനങ്ങളൊക്കെ അഴിമതിയാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഇവിടുത്തെ ഭരണ സംവിധാനത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതിന് ഇടയാക്കുമെന്നുള്ളതാണ്. ഇവിടെ തദ്ദേശ സ്ഥാപന സർക്കാരുകളായാലും തദ്ദേശ ഗവൺമെൻറ്റുകളായാലും ജനങ്ങളുടെ ക്ഷേമത്തിനും ജനങ്ങളുടെ വികസന ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും ഊർജിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ കർത്തവ്യം. അതുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടാകും. അത് സാധാരണയാണ്. പക്ഷേ ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള വാർത്തകൾ വരുന്നത് വളരെ ഖേദകരമാണ്. ഏതായാലും അത്തരം ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതേസമയം തിങ്കളാഴ്ച മുതൽ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ LDFന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന സത്യാഗ്രഹ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മേയർ മുസ്ലിഹ് മഠത്തിൽ പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് യാതൊരു അഴിമതിയും കണ്ണൂർ കോർപ്പറേഷനിൽ നടന്നിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച് LDF ഉയർത്തുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും മേയർ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രഹസനമാണെന്ന് പൊതുജനങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം. പൊതുജനങ്ങൾ വിവരമുള്ളവരാണ്, പഴയ പോലെയൊന്നുമല്ല. ഇന്ന് അവർ ചൈനയിൽ പോയി നോക്കൂ, അവിടെ അങ്ങനെ കാണുന്നില്ലേ, ക്യൂബയിൽ പോയി നോക്കൂ, അവിടെ അങ്ങനെ കാണുന്നില്ലേ എന്ന് പറയുമ്പോൾ ഇന്ന് ഓൺലൈനിൽ www.china എന്നടിച്ചാൽ ചൈനയിലെ എല്ലാ കാര്യങ്ങളും അവരുടെ മുമ്പാകെ വരും. അങ്ങനെ ആളുകളെ പറ്റിക്കാൻ പറ്റും, പഴയ കാലത്തുള്ളതുപോലെ ആളുകളെ പറ്റിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല ഈ ആധുനിക കാലഘട്ടത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സിറ്റി ന്യൂസ്, കണ്ണൂർ.